എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്നൊരു ഡ്രീം ട്രിപ്പിലാണുള്ളത്. നമ്മളിന്നലെ നൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിലോട്ടേക്ക് പോവുകയാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവിടെ ഉണ്ട്, സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ ഒരു 10 ദിവസത്തെ ട്രിപ്പായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മളൊരു ഫുൾ ലെങ്ത് വ്ളോഗ് എടുക്കാനുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് ഇറങ്ങിയത്. അപ്പം എന്താണെന്നുള്ള അറിയില്ല, നോക്കാം. ഓക്കെ, ഇന്ന് ഫെബ്രുവരി 13 പുറത്തേക്ക് നോക്കിയപ്പോൾ തന്നെ നല്ല അടിപൊളി സ്നോ ആണ്. ഇവിടുന്ന് കുറേ ദിവസമായിട്ട് സ്നോ ഇല്ലായിരുന്നു, പെട്ടെന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്താണ്. ഒരു സഡനായിട്ടൊരു സ്നോ വന്നതാണ്. അപ്പം നമ്മൾ പോണത് ഒരു വിസ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാ ഇന്നത്തെ പോയിട്ട് വിസ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറയല്ലേ. അതെ, ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ വെളിച്ചം കാണും. എല്ലാരും ലൈക്ക് ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. അയ്യോ, നമ്മുടെ പാസ്പോർട്ട് വന്ന് തുറന്നു നോക്കുക. അതാണ് പാസ്പോർട്ട് വന്നു. വിസ ഉണ്ടാവോ ഇല്ലയോ നമുക്ക് നോക്കാം ഗൈസ്. പുറത്ത് ഇവിടുന്ന് തന്നെ തുറന്നു എന്താ ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്. പടച്ച തമ്പുരാനെ, തുറന്നു നോക്കാണ്. അതൊന്നും കുഴപ്പമില്ല. ശങ്കം വിസ കിട്ടി. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അങ്ങനെ ഞങ്ങൾ ചേറിച്ചെത്തിരിക്കുകയാണ്. ഇതാ നമ്മൾ ഇന്നിവിടെ സ്വിറ്റ്സർലാൻഡിലാണുള്ളത്. ഇന്നിവിടെ ഏർലി മോർണിംഗ് ഞങ്ങൾ ഫസ്റ്റ് ഇന്നലെ എത്തി ഇവിടെ. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ഞങ്ങൾ ഇൻ്റർലേക്കൻ കുറച്ച് സ്ഥലത്തോട്ടേക്ക് പോകാനുള്ള ഇതിലാണ്. ഏത് വഴിയാണ്? കൂടെ എൻ്റെ ചെന്നൈയിലുണ്ടായിരുന്ന അനീസുണ്ട്, ഫാമിലി ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ ഉള്ളത് സ്വിറ്റ്സർലാൻഡിലെ ബാസിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പം ഇവിടുന്ന് ഒരു 2 hours ഡ്രൈവ് ഉണ്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഈ ഇൻ്റർലേക്കൻ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ബാസിൽ ആക്ച്വലി ഒരു ചെറിയൊരു ഓൾഡ് ടൗൺ പോലെയാണ് കണ്ടത്. അതേപോലെ ചെറിയ ബിൽഡിങ്ങൾ, നല്ല രസമാണ് ഇവിടുത്തെ ബിൽഡിങ്ങൾ കാണാൻ. നമ്മൾ എവിടെയാണ് എന്താ പറഞ്ഞത്, മറ്റേ ഗ്രീസ് എന്ന് പറഞ്ഞ സ്ഥലം, പോണ്ടിച്ചേരി അല്ലടാ, നെതർലാൻഡൊക്കെ പോകണം. ആ ഒരു സ്റ്റൈലുള്ള ബിൽഡിംഗ് ആണ്. നമ്മളിപ്പോൾ ഉള്ളത് ഫ്രാൻസ്, ജർമ്മൻ, സ്വിസ് ബോർഡറിലെ ആ ഒരു ബോർഡറിലാണ്. 3 കൺട്രീൻ്റെ അൺബോക്സിങ് ഡീലിംഗ്. ഇനിയുള്ള ഒരുപാട് ദിവസങ്ങൾ എനിക്ക് കാണാൻ പോകുന്ന ഒരു സാധനമാണിത്. പക്ഷേ ഈ മഴയാണ്, വെതർ ഒന്ന് വൃത്തിയാകുകയാണെങ്കിൽ നല്ല സുഖമായിരുന്നു കേട്ടോ. നല്ല വെയിലുള്ള ദിവസമായിരുന്നു ഇത് രണ്ടാളും വന്നിട്ട്. പക്ഷെ അതിന്റെ ടോപ്പിൽ വെയിൽ വരുന്ന പോലെ ഉണ്ടല്ലേ അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അതാ നമ്മള് ഫസ്റ്റ് പോയി കഴിഞ്ഞാൽ ഉണ്ടാവും. നമ്മൾ ആ ലേക്കിന്റെ സൈഡ് കൂടെയാണ് പോണതല്ലേ? 2 ലേക്കിന്റെ സെന്റർ അതാണ് ഇന്റർലാക്കൻ. ഓക്കെ. ഇവിടുത്തെ ഈ പ്രൊനൗൺസിയേഷൻ ആണ്. ഇവിടെ ഞങ്ങൾക്ക് കടലില്ലാത്തതുകൊണ്ട് ലേക്കിനെ പറയാ സീ ആണ്. ഓഷ്യൻ ആൻഡ് സീ, അത് ലേക്കാണ്. അതുപോലെ തുൻസിയും ബ്രൈൻസ് സീയും, ഈ രണ്ടിന്റെ ഇടയിൽ ഉള്ള സ്ഥലമാണ് ഇന്റർലാക്കൻ. നമ്മൾ ടണലിൽ കയറി ഗൈസ്. ഇവിടെ അങ്ങനെ ഒരുപാട് ടണൽസ് ഉണ്ടല്ലോ നല്ല. കാരണം ഇവിടെ ആ റോഡ് വെട്ടുന്നത് നാച്ചുറൽ ബ്യൂട്ടി കളയാണ്ട് റോഡ് വെട്ടുന്ന നല്ല രസമുണ്ട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് യുങ്ഫ്രോ റീജിയൻ അല്ലേ? ഇതൊക്കെ യുങ്ഫ്രോ റീജിയൻ. ഇതിനകത്തുള്ളതിനാണ് നമ്മളെ ഗ്രിൻഡൽവാൾഡ്, ലോട്ടർബൺ, നമ്മളെ യുങ്ഫ്രോ പറഞ്ഞ ടോപ്പ് ഒക്കെ വരുന്നത്. യുങ്ഫ്രോ എന്ന് പറയുകയാണെങ്കിൽ മറ്റേ ആ ഒരു എവറസ്റ്റ് പോലത്തെ സാധനം പറയുന്നത് ആ റീജിയൻ ഓഫ് ഇതിലാണ് ഏറ്റവും ടോപ്പ് ഓഫ് ദി യൂറോപ്പ്. അതിനകത്ത് പോണെങ്കിൽ നമ്മൾ വേറെ പാസ് എടുത്തിട്ട് നമുക്ക് സെപ്പറേറ്റ് പോകാൻ പറ്റും. അവിടെയാണ് ഓൾമോസ്റ്റ് ഇയർലി ഫുള്ള് നമുക്ക് മഞ്ഞ് വേണമെങ്കിൽ മഞ്ഞ് കിട്ടും. ഇതിൻ്റെ ഒരു സൈഡ് ലോട്ടർബണ്ണൻ, ഒരു സൈഡ് ഗ്രിൻഡൽവാൾഡ്. അതിൻ്റെ നടുക്കൊരു മലയുണ്ടാവും. അങ്ങനെയാണ് 2 സൈഡ്, 2 വ്യൂ ആണ് നമ്മുടെ ഇപ്പോൾ ഈ റൂട്ട് കണ്ടു. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ട്രെയിന് ഇന്റർലാക്കിൽ നിന്ന് ട്രെയിനിൽ വരുമ്പോൾ ഒരേ ട്രെയിനാവും ലോട്ടർബണ്ണിലേക്കും ഗ്രിൻഡൽവാൾഡിലേക്കും. ഈ പോയിന്റിൽ നിന്ന് അത് 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോകും.
അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഫ്രണ്ടിൽ ലോട്ടർബണ്ണൻ, ബാക്കിൽ ഗ്രിൻഡൽവാൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒരേ കമ്പാർട്ട്മെന്റ്, നമ്മുടെ നാട്ടിലെ രാജറാണി പോലെ. ഞങ്ങളിവിടെ വരുമ്പോൾ എല്ലാം പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരിക. നേരെ വരുമ്പോൾ ബസ്സാണോ? ട്രെയിൻ. നമ്മൾ ഡേ പാസ് എടുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കവറാവും. ഇതാണ് ഇതേപോലെ ഈ വ്യൂ നോക്ക്. അടിയിൽ അവിടെ ഇവിടെ കണ്ടോ ഫ്ലവർ കണ്ടോ? നേരെ മുകളിലോട്ടേക്ക്. അപ്പൊ നമ്മൾ എന്താ ഇതാണ് നമുക്ക് എങ്ങനെ വരാം. നമ്മൾ വണ്ടിയുടെ പാർക്ക് ചെയ്ത് നമുക്ക് എന്ത് വേണേൽ ചെയ്യാം. നമ്മളെത്തി. ഇതാണ് നമ്മള് പോയിന്റ്. എല്ലാം ഇതേപോലത്തെ സ്ഥലത്താണ് നമ്മൾ നടക്കാൻ പോകുന്നത്. എല്ലാം ഇതേപോലെ തന്നെയാണ്. ഇതാണ് നമ്മുടെ എന്ത് ദൈവമേ, അങ്ങോട്ട് മുകളിലേക്കുള്ള ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കാണത് തോന്നുന്നു. ഓ ഇവര് അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് അതന്നെ നമുക്ക് ഓൺലൈനിൽ എടുക്കാൻ നോക്കാം. നമ്മളിതാ ഗ്രിൻഡൽവാൾഡിൽ ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ടിക്കറ്റ് എടുക്കാനുള്ള നടത്താണ്. നല്ല രസമുള്ളൊരു സ്ഥലമാണ്, അടിപൊളി. നമ്മളിവിടുന്ന് കേബിൾ കാറിൽ കയറിയിട്ട് വേണം നമുക്ക് ടോപ്പിലോട്ടേക്ക് പോകാൻ. ഇതാണ് ഗ്രിൻഡൽവാൾഡ് ഫസ്റ്റിലോട്ടേക്കുള്ള ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഫസ്റ്റ് വ്യൂ, ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത്. മൗണ്ടൻ കാട്ടുണ്ട്, ട്രൊട്ടി ബൈക്ക്, ഫസ്റ്റ് ഗ്ലൈഡർ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. നമ്മളിതാ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഈ ഓക്കെ ടോപ്പ് ഓഫ് യൂറോപ്പ്. ഇനിയുണ്ട് പിന്നെ ഒരു പൊക്കിടല് പോലെ പിന്നെ ശരിക്കും ഹെവൻ എന്നൊക്കെ പറഞ്ഞ ലെവലെത്തും. Bienvenidos a Fieldland Adventure. Nos alegra volver a contar con ustedes. El tiempo de viaje a Fields es de 25 minutos. Disfruten del viaje. പറയൂ, ഇതാ എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട് നല്ല രസമുണ്ട്. ആ പൂവും ആ മഞ്ഞും മലയും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഇപ്പോഴും നമ്മള് ഫസ്റ്റ് പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. കേട്ടോ, അതിന്റെ വ്യൂ കണ്ടില്ല. ഈ സാധനം മൊത്തം നമുക്ക് ഇനി ഒരു പോയിന്റിൽ നിന്ന് കാണാൻ പറ്റും നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോ. പക്ഷെ നമ്മൾ വിചാരിച്ചത് തണുപ്പില്ലാത്തോണ്ട് അത് എത്ര പീക്കിൽ പോയാലും ഈ UV അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. നമ്മളിവിടെ ഫസ്റ്റ് പോയിന്റിൽ ഇറങ്ങി. എന്നിട്ട് ഇവിടെ നിന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട്. മുകളിലേ പച്ചപ്പാവണുള്ള കണ്ട, അതിപ്പോ മഞ്ഞ് വേറിട്ടേ ഉള്ളു. എങ്ങനെ അതാണ് സ്ഥലം നമ്മൾ അതിന്റെ മുകളിൽ നമ്മൾ പോണത്. ഫസ്റ്റ് പറഞ്ഞത് അതാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ടോ ആ തള്ളി നിൽക്കുന്നത് അതാണ് ക്ലിഫ് വോക്ക്. അവിടെ നമ്മൾ നടക്കാൻ പോണത്. വാ, നമ്മളിവിടുന്ന് അടുത്ത പോയിന്റിലോട്ടേക്ക് പോവാണ്. ഫസ്റ്റ് ക്ലിഫ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിന്റെ മുകളിൽ ചിലപ്പോ ഇറങ്ങി. ഇതുണ്ടോ ഈ ലേക്ക് ഉണ്ടോ, ബെച്ച്ലാൽസി എന്ന് പറഞ്ഞിട്ടുള്ള. ഇത് അങ്ങോട്ട് മുകളിൽ നമ്മൾ എന്ത് ചെയ്ത് പോകണം, നടന്ന് പോകണം. ഇനിയുണ്ട് മുകളിലോട്ട് പോകണം. പക്ഷെ ഇതിപ്പോ പോകാൻ പറ്റില്ല. പോണെങ്കിൽ പോകാം, പക്ഷെ ഐസാണ്. ഒരു ഡ്രീം പ്ലേസ് അല്ലേ.
ഇതാണ് മക്കളെ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു വ്യൂ. ഗേറ്റ് വിത്ത് ഹെവൻ എന്നൊക്കെ പറഞ്ഞ പോലെ. കണ്ടോ ഇവിടുന്ന് സമ്മറിൽ 50 മിനിറ്റ് പോകണം മറ്റോടത്ത് ലേക്കിലേക്ക്. 50 മിനിറ്റ് ഉണ്ടോ? അത് പറഞ്ഞത് ഇവിടെ മെയിൻ തുടക്കണത്. ചെറിയൊരു മഞ്ഞ് പെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. നടന്നോളാം, നിങ്ങൾ നടന്നോ. ഇതാ അത് ഏറ്റവും മോനെ അടിപൊളി. അവിടെ ഒരു വാട്ടർഫാള്. ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നിട്ടേ നമ്മൾ ഇതിലേടാ സ്റ്റേ എടുക്കാൻ ആദ്യം ഉദ്ദേശിച്ചത്. ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റേ എടുക്കാമെന്ന് വിചാരിച്ചത്. വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ഷെയ്ഡാണ്, ബാത്റൂമൊക്കെ ഷെയ്ഡാണ്. അപ്പം പിന്നെ ഒഴിവാക്കിയതാ. അങ്ങനെ ഞങ്ങൾ ഗ്രിൻഡൽവാൾഡിൽ നിന്ന് ഇറങ്ങി താഴോട്ടേക്ക് പോവാണ്. അടുത്ത സ്ഥലത്തിന് വേറെ എന്താ അനീസ്? ലോട്ടർബ്രണ്ണൻ. ഓക്കെ, ലോട്ടർബ്രണ്ണനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു വാലീസാണ്, ഒരുപാട് വാലീസൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് നെക്സ്റ്റ്.